LDFിന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് റാലിയും യോഗവും സംഘടിപ്പിച്ചു. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാട്ടുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചും അമേരിക്കയും ഇസ്രയേലും ഇറാനുമേൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് റാലിയും യോഗവും നടത്തിയത്. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാട്ടുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചും യുഎസും ഇസ്രയേലും ഇറാനുമേൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യമുയർത്തിയുമാണ് LDFിന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് റാലിയും യോഗവും സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ജംഗ്ഷനിൽ നടന്ന യോഗം LDF സ്ഥാനാർത്ഥി യു പ്രതിഭ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് എല്ലായിടങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ റാലിയിലൂടെ നമ്മളെല്ലാം ആവശ്യപ്പെടുന്നത് ലോകത്തെങ്ങും സമാധാനം പുലരട്ടെ എന്ന് നമുക്കെല്ലാം ഉറക്കെ മുദ്രാവാക്യത്തിലൂടെ ആവശ്യപ്പെടാം. അതിനു വേണ്ടിയിട്ട് സാധ്യമായ ഇടപെടലുകളെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന ഇടപെടലുകൾ നമുക്ക് എല്ലാവർക്കും നടത്താം. ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിക്കാം. ജനങ്ങളുടെ ജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ജനങ്ങൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയൊക്കെ അതിനെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇടപെട്ടില്ലെങ്കിൽ സാധാരണ ഒരു സർക്കാരിന് മാത്രമായിട്ടൊന്നും പരിഹരിക്കാൻ കഴിയുകയില്ല. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തരമായിട്ട് എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. KH ബാബുജാൻ, P ഗാനകുമാർ, കോശി അലക്സ്, ഷെയ്ഖ് പി ഹാരിസ്, B അബിൻ ഷാ, KG സന്തോഷ്, A അജികുമാർ, R ഗിരിജ, AS സുനിൽ, ലിയാഖത്ത് പറമ്പി, ജോസഫ് ജോൺ, സജീവ് പുല്ലൂളകര, പ്രൊഫസർ ഗോവിന്ദകുട്ടി കാർണവർ, സക്കീർ മല്ലഞ്ചേരി, സുബിൻ തോപ്പിൽ, ഇഞ്ചിക്കൽ ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.